നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു പ്രധാന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് പൂഞ്ഞാറിലേത്. പഴയ തട്ടകം തിരിച്ചുപിടിക്കാൻ NDA സ്ഥാനാർത്ഥി PC ജോർജ് ഇത്തവണ കളത്തിലിറങ്ങുമ്പോൾ ആത്മവിശ്വാസം വാനോളമാണ്. പൂഞ്ഞാറിൽ താൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ഇത്തവണ തന്റെ ഭൂരിപക്ഷം 20,000-ന് മുകളിലായിരിക്കുമെന്നും PC ജോർജിന്റെ അവകാശവാദം. പൂഞ്ഞാർ മണ്ഡലത്തിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച് 2ാം സ്ഥാനത്തെത്തിയ PC ജോർജ് ഇത്തവണ BJP ചിഹ്നത്തിലാണ് ജനവിധി തേടുന്നത്. താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നത് തന്റെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. മണ്ഡലത്തിലെ ക്രൈസ്തവ ഹിന്ദു വോട്ടുകൾ ഒരുപോലെ സമാഹരിക്കുവാൻ NDAക്ക് സാധിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. തന്റെ ആസ്തി വിവര കണക്കുകൾക്കൊപ്പം കൈവശമുള്ള തോക്കുകളെ കുറിച്ചുമുള്ള വിവരങ്ങളും സത്യവാങ്മൂലത്തിൽ നൽകിയത് കഴിഞ്ഞ ദിവസം ചർച്ചയായിരുന്നു. പ്രചാരണത്തിനിടെ തനിക്കെതിരെയുള്ള കേസുകളെ കുറിച്ചും PC ജോർജ് തുറന്നു പറയുന്നുണ്ട്. തനിക്കെതിരെ 17ഓളം കേസുകളുണ്ടെന്നും എന്നാൽ ഇതൊന്നും തന്റെ വിജയത്തെ ബാധിക്കില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. പൂഞ്ഞാറിനൊപ്പം തൊട്ടടുത്ത മണ്ഡലമായ പാലായിൽ മകൻ ഷോൺ ജോർജ് കൂടി NDA സ്ഥാനാർത്ഥിയായി എത്തിയതോടെ മധ്യ തിരുവിതാംകൂറിൽ BJP വലിയ മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. മണ്ഡലത്തിലെ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളും വികസന മുരടിപ്പുമാണ് പ്രധാന പ്രചാരണ ആയുധമാക്കിയിരിക്കുന്നത്. LDFും UDFും ശക്തമായ പ്രതിരോധം തീർക്കുമ്പോഴും തന്റെ വ്യക്തിപരമായ സ്വാധീനത്തിലും BJPയുടെ സംഘടനാ കരുത്തിലും പൂർണ്ണ വിശ്വാസമർപ്പിച്ചാണ് PC ജോർജ് ഇത്തവണ പോരിനിറങ്ങുന്നത്.